25 കൊല്ലം മുമ്പ് നടന്ന സംഭവമാണിത്. സാധുക്കളായ കുഷ്ഠരോഗികൾക്ക് ആവശ്യമായ വൈദ്യസഹായവും ശുശ്രൂഷയും നൽകി എന്ന കാരണത്താൽ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടൊരു കുടുംബമുണ്ട്. ഇന്നും അതിൻ്റെ വേദനയും നോവുമൊന്നും നമ്മുടെ ഉള്ളിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ല. 1999 ജനുവരി 22 ആ സംഭവം. 1965 മുതൽ ഒറീസയിലെ ബാരിപ്പടയിലെ കുഷ്ഠരോഗികളെ പുനരധിവസിപ്പിക്കാനും ചികിത്സിക്കാനുമായുള്ള പ്രത്യേക മിഷൻ ആശുപത്രി നടത്തുകയായിരുന്നു ഗ്രഹാം സ്റ്റെയിൻസും ഭാര്യ ഗ്ലാഡിസും. മക്കൾ എസ്തേർ, തിമോത്തി, ഫിലിപ്പ്. ഈ കുടുംബം മയൂർഭഞ്ചിലെ വനത്തോട് ചേർന്നുള്ള ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത്. ഒഡീഷയിൽ കുഷ്ഠരോഗികളെ പൊതുസമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും സമൂഹം അകറ്റി നിർത്തിയിരുന്നു. വർഷങ്ങളായി സമൂഹത്തിൻ്റെ പുറമ്പോക്കിൽ കഴിഞ്ഞ ഈ കുഷ്ഠരോഗികളെയും അവരുടെ മക്കളെയും ചികിത്സിക്കുകയും അവരെ പുനരധിവസിപ്പിക്കുകയുമായിരുന്നു ഗ്രഹാം സ്റ്റെയിൻസ് ചെയ്തിരുന്നത്. ഗ്രഹാമിനൊപ്പം ഇന്ത്യയിലെത്തിയ ഗ്ലാഡിസ് ഭാരതത്തെ ജന്മനാട് പോലെ സ്നേഹിച്ചു. കുഷ്ഠരോഗികളുടെ ശുശ്രൂഷയിൽ ഭർത്താവിനൊപ്പം അവരും പങ്കാളിയായി. വനത്തിനടുത്ത് കുഷ്ഠരോഗികളുടെ കോളനിയിൽ രാത്രിയിൽ നടന്ന പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുത്ത ശേഷം ദൂരെയുള്ള ഭവനത്തിലേക്ക് പോകാൻ വൈകിയതിനാൽ ഗ്രഹാമും മക്കളായ 10 വയസ്സുകാരൻ ഫിലിപ്പും 8 വയസ്സുകാരൻ തിമോത്തിയും അന്ന് ജീപ്പിലാണ് ഉറങ്ങാൻ തീരുമാനിച്ചത്. അതിശൈത്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ അവരുടെ ജീപ്പിന് മുകളിൽ വൈക്കോൽ വിതറിയിരുന്നു. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ഗ്രഹാമിനെയും മക്കളെയും കൊല്ലാൻ തീരുമാനിച്ച ദാരാസിംഗും സംഘവും ജീപ്പിന് മുകളിലൊഴിക്കാൻ പെട്രോളും കരുതിയാണ് എത്തിയത്. ജീപ്പിൻ്റെ വാതിലുകൾ പുറത്തുനിന്നും പൂട്ടുകയും ഗ്രാമവാസികളെ അകറ്റി നിർത്താൻ ആളുകളെ അവർ ഏർപ്പാടാക്കുകയും ചെയ്തു. രാത്രിയുടെ അന്ത്യയാമത്തിലായിരുന്നു ഇങ്ങനെ അക്രമി സംഘം ജീപ്പ് വളഞ്ഞത്. ജീപ്പിന് മുകളിൽ വിതറിയിരുന്ന വൈക്കോലിൽ പെട്രോൾ ഒഴിച്ച് തീ വെച്ചു. നിമിഷങ്ങൾക്കകം അഗ്നികുണ്ഡമായ ജീപ്പിനകത്തു നിന്നും ഗ്രഹാമിൻ്റെയും മക്കളുടെയും നിലവിളി ഉയർന്നു. രക്ഷിക്കാൻ ഓടിയെത്തിയ നാട്ടുകാരെ ദാരാസിംഗും സംഘവും വാളുകൾ വീശി ഓടിച്ചു. 36 വർഷം ഒറീസയിലെ ആദിവാസികളെയും കുഷ്ഠരോഗികളെയും പരിചരിച്ച ഗ്രഹാം സ്റ്റെയിൻസും മക്കളും അപ്പോഴേക്കും തിരിച്ചറിയാനാവാത്ത വിധം കത്തിക്കരിഞ്ഞു കഴിഞ്ഞിരുന്നു. നന്ദികേടിൻ്റെ മറക്കാനാവാത്ത ഇരയായി തീർന്നു ആ സാധു മനുഷ്യനും അദ്ദേഹത്തിൻ്റെ ഓമനപുത്രന്മാരും. പിതാവിനെ മാതൃകയായി കണ്ട ഫിലിപ്പും തിമോത്തിയും തങ്ങളുടെ ജന്മദിനങ്ങളൊക്കെയും ആഘോഷിച്ചത് ഈ കുഷ്ഠരോഗികളോടൊത്തായിരുന്നു. അപ്പൻ്റെ യാത്രകളിലൊക്കെ മക്കളും അദ്ദേഹത്തെ അനുഗമിച്ചു. അത്തരത്തിലൊരു യാത്ര അവരുടെ അന്ത്യയാത്രയായി. പിതാവിനെ പോലെ മനുഷ്യരെ സ്നേഹിച്ച് അവർക്കായി ജീവിക്കാൻ ആഗ്രഹിച്ചവരാണ് മക്കളും. ആ നാട്ടിൽ എല്ലാവരും ഇഷ്ടപ്പെട്ടൊരു മനുഷ്യനായിരുന്നു സ്റ്റെയിൻസ്. താൻ വിശ്വസിക്കുന്ന ക്രിസ്തുവിനെക്കുറിച്ച് അദ്ദേഹം മറ്റുള്ളവരോട് പറയുമെങ്കിലും ഒരു മതപരിവർത്തനത്തിനും ഗ്രഹാം കൂട്ടുനിന്നില്ല. ഇക്കാര്യം ഭാര്യ ആവർത്തിച്ച് പറയുന്നുണ്ട്. കേസ് അന്വേഷിച്ച വാദ്വ കമ്മീഷനും പിന്നീടത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയെ സ്വന്തം നാടായി കരുതിയ ഗ്രഹാമിന് അവിടുത്തെ പ്രാദേശിക ഭാഷകൾ ഏറെക്കുറെ അറിയാമായിരുന്നു. രോഗികളായി വീടുകളിൽ കഴിയുന്നവരെ ഈ കുടുംബം സന്ദർശിക്കുകയും മരുന്നും ആവശ്യമായ ശുശ്രൂഷകളും അവർക്ക് നൽകുകയും ചെയ്തു. പെൺകുട്ടികൾക്ക് ആവശ്യമായ നാപ്കിനുകളും സൗജന്യമായി അവർ വിതരണം ചെയ്തു. അന്ധവിശ്വാസങ്ങളെക്കാൾ ഔഷധത്തിൻ്റെ നന്മകളെക്കുറിച്ചാണ് എല്ലായിടത്തും പഠിപ്പിച്ചത്. അതുകൊണ്ടാകാം ഈ സാധുക്കളുടെ കൊലപാതകങ്ങൾ ഭാരതത്തെ മുഴുവൻ അക്ഷരാർത്ഥത്തിൽ കണ്ണീരിലാഴ്ത്തിയെന്ന് പറയാം. ഭർത്താവിൻ്റെ മരണശേഷം മയൂർഭഞ്ച് വിട്ടുപോകാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗ്ലാഡിസ് വിസമ്മതിച്ചു. തൻ്റെ ഭർത്താവിനെയും മക്കളെയും കൊന്നവരോട് താൻ ക്ഷമിച്ചിരിക്കുന്നുവെന്നും തനിക്കാരോടും വെറുപ്പില്ലെന്നും ഗ്ലാഡിസ് പറഞ്ഞത് ലോകം അത്ഭുതത്തോടെയാണ് കേട്ടത്. ദാരാസിംഗിന് വധശിക്ഷ വിധിച്ചപ്പോൾ അയാളെ വധിക്കരുതെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് ഗ്ലാഡിസ് ആണ്. അന്ന് ഗ്ലാഡിസ് പറഞ്ഞ വാക്കുകൾ മനുഷ്യ മനസ്സുകളെ സ്പർശിച്ചു. എൻ്റെ ദൈവം ക്ഷമിക്കുന്ന ദൈവമാണ്. എൻ്റെ ഭർത്താവിൻ്റെ ജീവിതം എനിക്ക് നൽകിയ പാഠം ക്ഷമിക്കാനും സഹിക്കാനുമാണ്. മക്കൾ വളർന്ന് വലുതാകണം എന്നാഗ്രഹിക്കാത്ത അമ്മമാരില്ലല്ലോ. സ്വർഗത്തിൽ അവർ എനിക്കായി കാത്തിരിക്കുമെന്നറിയാം. കർത്താവിൻ്റെ പീഡനങ്ങൾ എന്നെ പഠിപ്പിക്കുന്നത് ക്ഷമിക്കാനാണ്. അതിനാൽ ഗ്രഹാമിൻ്റെ ഘാതകനോട് ഞാൻ ക്ഷമിക്കുന്നു. തൻ്റെ മകൾ എസ്തേറിൻ്റെ മെഡിക്കൽ പഠനവുമായി ബന്ധപ്പെട്ടാണ് ഗ്ലാഡിസ് ജന്മനാടായ ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചത്. അവർ മടങ്ങിപ്പോയപ്പോൾ ബാരിപ്പാടയിലെ കുഷ്ഠരോഗികൾ പൊട്ടിക്കരഞ്ഞു. മാത്രമല്ല ഇന്ത്യയിൽ അവരെ സ്നേഹിച്ച എല്ലാവരും ദുഃഖിച്ചു. മടങ്ങി വരണം എന്ന സ്നേഹത്തോടെയുള്ള ആവശ്യം അവർക്ക് നിഷേധിക്കാനായില്ല. തിരികെ വരുമെന്ന ഉറപ്പോടെ തന്നെയാണ് ഗ്ലാഡിസ് മടങ്ങിയത്. പിന്നീട് ഇന്ത്യയിലെ പല പ്രമാദമായ കൊലപാതകങ്ങൾ ഉണ്ടായപ്പോഴും കൊല്ലപ്പെട്ടവരുടെ വിധവകളെയും അവരുടെ ബന്ധുക്കളെയും ആശ്വസിപ്പിച്ച് ഗ്ലാഡിസ് പറയും, ക്ഷമിക്കുക. ക്ഷമിക്കാനും സഹിക്കാനും കഴിഞ്ഞില്ലെങ്കിൽ നാം ആരും വിശ്വാസികളല്ല, ദൈവമക്കളുമല്ല. വചനാധിഷ്ഠിത വാക്കുകളിലൂടെ
അവർ ജനങ്ങളോട് സംസാരിച്ചു. അന്താരാഷ്ട്ര സെമിനാറുകളിൽ പങ്കെടുക്കുമ്പോൾ അവരുടെ വാക്കുകൾ കേട്ട അമ്മമാരും സ്ത്രീകളും നിറകണ്ണുകളോടെ അവരെ സാഗുതം നോക്കി. ഇങ്ങനെയും മനുഷ്യരോ? ഗ്രഹാം ശുശ്രൂഷിച്ച ജനങ്ങൾക്കിടയിൽ ഗ്ലാഡിസും മകൾ എസ്തേറും സേവനം തുടർന്നു. 2004 ഗ്ലാഡിസ് ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചുപോയി. അവിടെ നേഴ്സായി ജോലിയിൽ പ്രവേശിച്ചു. 2005 രാജ്യം അവരെ പത്മശ്രീ നൽകി ആദരിച്ചു. 2015 മദർ തെരേസ അവാർഡ് ഫോർ സോഷ്യൽ ജസ്റ്റിസും അവരെ തേടിയെത്തി. തനിക്ക് ലഭിച്ച പണമെല്ലാം സമാഹരിച്ച് ഗ്ലാഡിസ് കുഷ്ഠരോഗ ആശുപത്രി വിപുലീകരിച്ച് അതിന് ഗ്രഹാം സ്റ്റെയിൻസ് മെമ്മോറിയൽ ഹോസ്പിറ്റൽ എന്ന പേരിട്ടു. ഊട്ടിയിൽ പഠിച്ച എസ്തേർ പിന്നീട് മെഡിസിൻ പഠിക്കാനായി ഓസ്ട്രേലിയയിലേക്ക് പോയി. എസ്തേർ ഇന്ന് വിവാഹിതയും 4 കുട്ടികളുടെ മാതാവുമാണ്. ഭർത്താവ് റുബൈൻ ഓസ്ട്രേലിയയിലെ ടൗൺസ്വില്ലിലാണ് താമസം. പാപികളെ സ്നേഹിക്കാനും പാപത്തെ വെറുക്കാനും പഠിപ്പിച്ച ദൈവവചനം ഉൾക്കൊണ്ട് ജീവിച്ച ഗ്ലാഡിസ് ഇന്നും തൻ്റെ ബോധ്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. എൻ്റെ കർത്താവ് എന്നെ അളവറ്റ് സ്നേഹിക്കുന്നതിനാൽ അവിടുന്ന് നൽകുന്ന സഹനങ്ങളെ ഞാൻ സ്വീകരിക്കുന്നു. എനിക്കാരെയും വെറുക്കാൻ കഴിയില്ല. ഗ്ലാഡിസിൻ്റെ വാക്കുകൾ ഇന്നും അത് തന്നെയാണ്. ഒരു കാര്യം സത്യമാണ്, പ്രതികാരത്തെക്കാൾ വലുതാണ് സ്നേഹവും കാരുണ്യവുമെന്ന് ലോകത്തിന് കാട്ടിക്കൊടുക്കുകയായിരുന്നു ഇവർ. ചവിട്ടിയരയ്ക്കപ്പെടുന്ന ഈ മാനുഷിക മൂല്യങ്ങൾക്ക് മുന്നിലാണ് ഗ്രഹാം സ്റ്റെയിൻസിൻ്റെയും മക്കളുടെയും രക്തസാക്ഷിത്വത്തിൻ്റെ 1/4 നൂറ്റാണ്ട് പിന്നിടുന്നത്. ആ കുടുംബത്തിൻ്റെ വിശ്വാസ രക്തസാക്ഷിത്വത്തിൻ്റെ അനുസ്മരണ ദിവസം നമുക്കും നമ്മെ ദ്രോഹിച്ചവരോട് പൊറുക്കാം, അവരോട് ക്ഷമിക്കാം.